രചിത രഞ്ജു റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്കലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. നല്ലൊരു ലഞ്ച് കോംബോയാണ് കേട്ടോ. അത് ചിക്കൻ വെച്ചിട്ട് നമ്മൾ മസാല ചിക്കനാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു കോംബോ പരുവത്തിലാണ് നമ്മൾ കാണിക്കുന്നത്. ഈ ഒരു കോംബോ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വെക്കുന്ന ചിക്കന് ചെറിയുള്ളിയും വലിയുള്ളിയും അതൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയുള്ളിയും വലിയുള്ളിയും അതുപോലെ ഇഞ്ചി പിന്നെ ചിക്കൻ ഇതൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മുടെ ചിക്കൻ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ കഴുകി വെള്ളം വാർന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഈ മസാല നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെറിയുള്ളി മറക്കാതെ ചേർക്കണം കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് ഒഴിവാക്കാണ്ട് മാക്സിമം ചെറിയുള്ളി ചേർത്തുകൂടെ നമ്മളിത് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കനൊക്കെ കഴുകി കൊണ്ടുവന്നു. പിന്നെ അതിലേക്ക് നമ്മളിനി ചോറ് വെക്കണമല്ലോ. അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ചോറിനുള്ള വെള്ളം വെക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വലിയ ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 വലിയ ഉള്ളി എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ ഒരു 10-15 എടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഗ്രാം കൂടുതൽ ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 2 വലിയ ഉള്ളി കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നേരാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ ഉള്ളി നല്ല എന്താ പറയുക നേരാക്കിയതിന് ശേഷം നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വലിയ ഉള്ളിയും നേരാക്കിയതിന് ശേഷം നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വേണം, പിന്നെ പുതിന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് റെഡിയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കുന്ന ചോറ് എന്ന് പറയുന്നത് പൊന്നിയരി കൊണ്ടാണ് കേട്ടോ. പൊന്നിയരി കൊണ്ട് ചോറ് വെച്ച് ഈ മസാലയോടുകൂടെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും കോംബോയും ആണ് കേട്ടോ. അപ്പോൾ മാക്സിമം ചെയ്യുന്ന സമയത്ത് പൊന്നിയരി വെച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. അത് ഇഷ്ടമില്ലാത്തവർക്ക് സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറ് വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിന്ന് ഈ പൊന്നിയരി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഈ പൊന്നിയരിയുടെ കൂടെ ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലും ടേസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കഴുകി നമ്മുടെ അരിയൊക്കെ ഒന്ന് കഴുകി പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ അതുപോലെയല്ല നമ്മുടെ പൊന്നിയരിക്ക് വേവ് കുറവാണ്. 2 തിളച്ച് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് വാർത്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ അരിയൊക്കെ തിളച്ച് നമ്മളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വയ്ക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ. ചിക്കൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ചോറ് വറുത്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു ഐറ്റം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോംബോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ച് കഴിക്കാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം കൂടെ വേണമല്ലോ. അപ്പോൾ അതുകൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ അളവ് കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മൾ ലാസ്റ്റൊന്നും വെളിച്ചെണ്ണ ചേർക്കുന്നില്ല കേട്ടോ. ഈ ചേർത്ത വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ പട്ട, ഒരു 5-6 നമ്മുടെ ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് പെരുംജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയുള്ളിയും വലിയുള്ളിയും ഒരുമിച്ച് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ മസാലയ്ക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, നമ്മുടെ ചെറിയുള്ളിയും വലിയുള്ളിയും. പിന്നെ നമ്മൾ സ്പൈസസ് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ എടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ്. ഇനിയിപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കമ്മിയായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കാവുന്നതാണ്. അതിനെക്കാട്ടിലും എന്തുകൊണ്ടും നമ്മുടെ നാടൻ ഫീൽ കിട്ടുന്നതിന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് ഏകദേശം നന്നായി തന്നെ ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ഇത് ഏകദേശം നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെയും ഫ്ലേവർ കുറച്ച് കൂടുതൽ നിൽക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ സാധാരണ 1 സ്പൂണ് ഇപ്പോൾ ചേർക്കും, പിന്നെ ഒരു 1/2 സ്പൂൺ പിന്നെ ചേർക്കും. അങ്ങനെയല്ല, ഇതിലിപ്പോൾ നമ്മൾ 2 സ്പൂണും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരട്ടെ കേട്ടോ. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് ചേർക്കാൻ വിട്ടുപോയി, പച്ചമുളക് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് നെടുവേ കീറിയിട്ട് 2 ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും.
പിന്നെ അതിൻ്റെ മസാലയുടെ കുത്തൊക്കെ മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള 2 തക്കാളിയാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പുളിപ്പ് അധികം വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഒരുപാട് പുളിപ്പില്ലാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ മീഡിയം സൈസുള്ള 2 തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നല്ലപോലെ വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നല്ലപോലെ തന്നെ നമ്മുടെ തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നല്ലപോലെ യോജിച്ച് ഒരു ഗ്രേവിയായി വരുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ മസാല ചിക്കൻ വയ്ക്കുന്ന സമയത്ത് ഒരുപാട് മസാലകളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. സിമ്പിൾ മസാല മാത്രം മതിയാകും. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിലേക്ക് ഞാൻ 1/4 സ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 2 സ്പൂണ് നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 2 കിലോ ചിക്കനിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാല ചിക്കനിൽ നമ്മൾ എത്രയാണോ മുളക് പൊടി ചേർക്കുന്നത് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ വയ്ക്കുകയാണെങ്കിൽ മല്ലിപ്പൊടി കൂടുതൽ, ചിലപ്പോൾ മുളക് പൊടി കൂടുതൽ അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷേ ഈ ചിക്കൻ മസാലയ്ക്ക് നമ്മൾ രണ്ടും ഒരേ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലപോലെ തന്നെ എണ്ണ തെളിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അത് ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു കുഞ്ഞു പിടി എന്താ പറയുക നമ്മുടെ പുതിന ഇല കേട്ടോ, അതുപോലെ തന്നെ മല്ലിത്തല, ഇത് രണ്ടും ചേർക്കാൻ മറക്കരുത്. നമ്മുടെ ചിക്കൻ മസാലയ്ക്ക് മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ പുതിനയും മല്ലിത്തലയും കേട്ടോ. ഇത് രണ്ടും ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറും ഫീലും ആയിരിക്കും കേട്ടോ നമ്മുടെ ചിക്കൻ കറിക്ക്. ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. പക്ഷേ നമ്മൾ നിർബന്ധമായിട്ടും ചേർക്കേണ്ടത് നമ്മുടെ പുതിനയും മല്ലിത്തലയാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളിനി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത്, ചൂടുവെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്തോളൂ. നമ്മൾ ചൂടുവെള്ളം ചേർക്കുന്നതിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ മുങ്ങിക്കിടക്കുന്ന ആ ഒരു അളവിൽ വേണം കേട്ടോ നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓവറായിട്ടും ചേർത്ത് കൊടുക്കരുത്, ഒരുപാട് കുറച്ചും ചേർത്ത് കൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മുടെ ചിക്കൻ വെന്ത് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് വെള്ളം അധികമായി പോകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ അത് വെന്ത് വരുമ്പോഴേക്കും ഓവർ ഡ്രൈ ആയി പോകും. അതുകൊണ്ട് നമ്മുടെ ഇതുപോലെ പാകത്തിന് ചൂടുവെള്ളം ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. എന്താ പറഞ്ഞാൽ ആദ്യം നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്തായിരുന്നു ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് എന്താ പറയുക കഴുകി വൃത്തിയാക്കി നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ കറിക്ക് കട്ട് ചെയ്യുന്ന അതേ ഒരളവിലാണ് കേട്ടോ നമ്മൾ ചിക്കൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് വലുപ്പവും പാടില്ല, ഒരുപാട് ചെറുതും പാടില്ല. മീഡിയം സൈസിലുള്ള ചിക്കൻ കഷ്ണങ്ങൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്തോ ഒരു അബദ്ധം പറ്റിയത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 കിലോ ചിക്കൻ ഈ പാത്രത്തിൽ ഒന്ന് ഇളക്കാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ പാത്രമൊന്നും മാറ്റാൻ നിന്നില്ല, ഇതേ പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മൾ ഗ്രേവി ആയിട്ട് എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ പാത്രം കുറച്ച് ചെറുതായാലും വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ ഡ്രൈ ആയി വരുന്ന സമയത്ത് വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പാത്രമൊന്നും മാറ്റാൻ നിന്നില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നല്ലപോലെ തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വെന്ത് വരുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ലപോലെ തിളച്ച് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ചത് തന്നെയാണ്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ചിക്കനിൽ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കിടന്ന് വേണം നമ്മുടെ ചിക്കൻ നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു മസാല പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ചിക്കൻ എടുക്കുന്നത്. അപ്പോൾ ഈ മസാല നമ്മുടെ ചിക്കനിലേക്ക് ഇങ്ങനെ പെരണ്ടിരിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ കഷ്ടി, ഒരു 3/4
1/4 സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മസാല ചേർക്കുന്നതിനെക്കാട്ടിലും ഈ ടൈമിൽ നമ്മൾ കുറച്ച് ഗരം മസാല ചേർക്കുന്നതാണ് ടേസ്റ്റ് തോന്നിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ മസാലയുടെ ഫ്ലേവർ ആണെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു 1/4 സ്പൂണ് നമ്മുടെ ഗരം മസാല ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ നല്ലപോലെ മസാലയിലൊക്കെ പെരണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മസാല പെരണ്ട് ചിക്കൻ കഴിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഫീലുമാണ് കേട്ടോ. ഞാനിതൊന്ന് അടച്ച് വെച്ച് കുറേ നേരം ഒന്ന് ചെറിയ തീയിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയിൽ വേറൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മസാല ഇങ്ങനെ ചിക്കനിൽ നല്ലപോലെ കോട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കറിയാണ് നമ്മുടെ ചിക്കൻ മസാല. അത് നമ്മൾ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അരളം വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളമാക്കിയിട്ട് എടുക്കുക. ഞാൻ പക്ഷേ കുറച്ച് ഡ്രൈ പോലെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ പെരണ്ട് കിടക്കുന്ന പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു രസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ അരച്ചൊഴിച്ച രസമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അതാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചിക്കൻ മസാലയോടുകൂടെ കഴിക്കുന്നത്. നമ്മുടെ പൊന്നേരി ചോറും ഈ അരച്ച് വിട്ടുള്ള രസവും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാലയും ഇത് മൂന്നും കൂടെ കഴിക്കുന്ന ഒരു കോംബോ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു കുറച്ച് അച്ചാർ കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ വിളമ്പാൻ മറന്നു പോയതാണ്. ലേശം ഒരു അച്ചാറും ഒരു പപ്പടും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ കോംബോ ഉഷാറായിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ഉള്ളതിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം കേട്ടോ. നമ്മുടെ പൊന്നേരി ചോറിൻ്റെ കൂടെ ഈ രസവും ഈ ചിക്കനും കൂടെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതൊരു പ്രത്യേക ലെവലും ഫീലുമാണ്. അങ്ങനെ നമ്മുടെ ചോറൊക്കെ നമ്മൾ വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓട്ടട ഉണ്ടാക്കാൻ വാങ്ങിയിട്ടുള്ള ചട്ടിയാണ് കേട്ടോ. ഓട്ടട ഫ്ലോപ്പായാൽ പിന്നെ ഞാനിതിൽ ഇടയ്ക്ക് ഇങ്ങനെ ചോറൊക്കെ വിളമ്പി ഉണ്ണാണ് പതിവാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ചോറ് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഫീലുമാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ മസാലയും രസവും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കാലത്ത് നല്ല ചൂടായിട്ട് കഴിക്കേണ്ട ഒരു ഐറ്റമായി പോയിട്ടാ. അങ്ങനെ ചൂടായ കാരണം ഞാനിങ്ങനെ തലയൊക്കെ നല്ലപോലെ തന്നെ മുകളിലേക്ക് കെട്ടി, എന്താ പറഞ്ഞാൽ അടുക്കളയിലൊന്നും നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ് കേട്ടോ. അങ്ങനെ മുഖവും കായലൊക്കെ കഴുകി വന്നതിന് ശേഷം നമ്മൾ ചൂടായിട്ടുള്ള രസവും ചിക്കനും കൂട്ടി നമ്മുടെ പൊന്നേരിയും ചോറും കൂട്ടി നല്ലപോലെ തന്നെ ചോറുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ കോംബോ. ഈ കോംബോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ.